ചരിത്രം കുറച്ച ഫോർ സംഘം ഇന്ന് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങും. ഇന്ന് വൈകുന്നേരം 4:35 ശുഭാംശു ശുക്ലയുടെയും സംഘത്തിൻ്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുക. സംഘത്തെ ബഹിരാകാശ നിലയെത്തിച്ച അതേ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാകും മടക്കയാത്രയും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് അടുത്ത പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ തത്സമയം ചെയ്യുന്നു. പ്രജിൻ, ഒരു വളരെ നിർണായക ഒരു ദിവസം കൂടിയാണെന്ന് നമ്മൾ അതേസമയം വളരെ അഭിമാനത്തോടെ ഏതാണ്ട് 440 കോടി ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യും. 140 കോടി ജനങ്ങൾ കാത്തിരിക്കുന്നു. ഈ 140 കോടി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇദ്ദേഹം ഭൂമിയിലെത്തുമ്പോൾ സംഭവിക്കുക. തീർച്ചയായിട്ടും എസ്കെൻ, അത്തരത്തിലൊരു അഭിമാന ദിനം തന്നെയാണ് ഇന്നെന്ന് പറയാതെ വയ്യ. കാരണം ഇതിനോടകം തന്നെ 2 പ്രധാനപ്പെട്ട ചരിത്രപരമായ നാഴികക്കല്ലുകൾ പിന്നിട്ടിരിക്കുന്നു. ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി കൂടി ഇതിനോടകം തന്നെ ശുഭാംശു നേടിക്കഴിഞ്ഞു. ആ ദൗത്യം 14 ദിവസത്തേക്കാണ് നിശ്ചയിച്ചത് ആക്സിയം സ്പേസ്. പക്ഷേ അധിക ദിവസമായി 4 ദിവസം കൂടി ആ സംഘത്തിന് കിട്ടുകയും ഇന്നലത്തോടു കൂടി എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ഈ 4-അംഗ സംഘം. ഇന്നാണ് മടക്കയാത്ര. നാളെ ഉച്ചയോടെ 3 മണിക്ക് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഭൂമിയിലേക്ക് തിരികെ തൊടുകയും ചെയ്യും ഈ 4 സംഘം. എന്തായാലും ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞായിരുന്നു ഈ 2 ആഴ്ചക്കാലത്തേക്കുള്ള അവരുടെ ദൗത്യമെല്ലാം തന്നെ. ഏറ്റവും നിർണായകമായ ചില പരീക്ഷണങ്ങൾ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നടത്താൻ ഈ 4 സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഒന്ന്, ശുഭാംശു ശുക്ല ഈ പൈലറ്റായി ഈ സംഘത്തോടൊപ്പമുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും പരിചയസമ്പന്നതയായ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ ഈ കമാൻഡറായിട്ടുള്ള ഈ ദൗത്യത്തിൽ 2 മിഷൻ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അതിലൊന്ന് ഹംഗറിക്കാരനായ ടിബോർ കാപ്പുവാണ്, മറ്റൊന്ന് പോളണ്ടുകാരനായ ഉസ്നാൻസ്കി വിസ്ന്യൂസ്കിയാണ്, സ്ലവോഷ് ഉസ്നാൻസ്കി വിസ്ന്യൂസ്കി. ഇങ്ങനെ 4 പേരടങ്ങുന്ന സംഘമാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായത്. ഇവർ നാളെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വാർത്ത. ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ പേടകത്തിനകത്തേക്ക്, അതായത് ഡ്രാഗൺ പേടകത്തിലേക്കാണ്, സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ നേരത്തെ അങ്ങോട്ട് പോയത്. കഴിഞ്ഞ ജൂൺ 25 പുറപ്പെടുകയും ജൂൺ 26 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യപ്പെടുകയും ചെയ്തതാണ് ഈ പേടകം. അവിടെ എത്തിയ ശേഷം പിന്നെ ഇവർ തന്നെ ഈ പേടകത്തിന് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. ഡ്രാഗണിന്റെ പേര് ഒന്ന് ചെറുതായിട്ട് മാറ്റി അതിനെ ഗ്രേസ് ഡ്രാഗൺ എന്നാണ് വിളിക്കുന്നത്. ഗ്രേസ് എന്ന പേരാണ് ഇവർ ആ പേടകത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 4 പേർ സംഘം ഈ പേടകത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ഏതാണ്ട് 2:50 ഈ പേടകത്തിന്റെ ഹാച്ച് ക്ലോഷർ സംഭവിക്കും. അതിന്റെ ഹാച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡോറാണ്, അത് അടയ്ക്കുകയും ചെയ്യും. 4:35 അൺഡോക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ബഹിരാകാശ നിലയത്തിൽ നേരത്തെ ഡോക്ക് ചെയ്യപ്പെട്ടിരുന്ന ഭാഗത്തുനിന്നും അവിടെ അത് വിട്ടുപോകുന്ന പ്രോസസ്സ്, അതാണ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് നടക്കുകയും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. അതായത് അവിടെ ഒരു അപ്രോച്ച് എലിപ്സോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ചുറ്റുമുള്ള ഒരു ഇമാജിനറി ഒരു ബൗണ്ടറി ലൈനാണത്. അതിന് പറയുന്ന പേരാണ് ഈ അപ്രോച്ച് എലിപ്സോയിഡ് എന്ന് പറയുന്നത്. അതായത് സുരക്ഷാ കാരണങ്ങളുള്ളതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ ചില പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ എല്ലാ വാഹനങ്ങൾക്കും, എല്ലാ പേടകങ്ങൾക്കും, അതായത് ഈ പറയുന്ന ബഹിരാകാശ പേടകങ്ങളൊക്കെ പോകാനും വരുവാനും കഴിയുള്ളൂ. അതൊരു 4 കിലോമീറ്റർ പരിധി വരെ ഉള്ള ഒരു ഏരിയയാണ്, ഒരു ഇമാജിനറി ലൈനാണെന്ന് പറയാം. അത് കഴിഞ്ഞാലാണ് കൃത്യമായി എവിടത്തേക്കാണ് ഭൂമിയിലേക്ക് ഇതിനെ ലക്ഷ്യം വെക്കേണ്ടത്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, കാലിഫോർണിയക്ക് അടുത്തുള്ള പസഫിക് സമുദ്രത്തിലെ ഒരു ഭാഗത്തേക്കാണ് ഈ പേടകം വന്ന് സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. അപ്പോൾ അതിനെ ലാക്കാക്കിയുള്ള ലക്ഷ്യം വെച്ചുള്ള ഒരു ആംഗിളിലേക്ക് ഈ പേടകത്തെ എത്തിക്കുകയും പിന്നീട് അതിവേഗ യാത്ര ഭൂമിയിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. നാളെ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി തന്നെയാണ് ഈ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കത്തി ജ്വലിച്ചു വരുന്ന ഈ പേടകത്തെ അതിൻ്റെ വേഗം കുറച്ചുകൊണ്ട് ഈ പസഫിക് സമുദ്രത്തിലേക്ക് വീഴ്ത്താൻ നമ്മുടെ ശാസ്ത്രജ്ഞർ ശ്രമിക്കുക. എല്ലാം ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുമെങ്കിലും ഈ പേടകത്തിൻ്റെ പൈലറ്റായി ഉള്ളത് ശുഭാംശു ശുക്ലയാണ്. എന്തായാലും നാളെ ഇവിടെ തിരികെത്തുന്നതോടുകൂടി ഒരു നാഴികക്കല്ല് പിന്നിടുകയും ചെയ്യും. 7 ദിവസത്തെ ഒരു പുനരധിവാസം ഈ ടീമിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വരവേൽപ്പായിരിക്കും ശുഭാംശുവിന് രാജ്യം ഒരുക്കുക. എസ്കെൻ. ഓക്കെ, താങ്ക് യു.